നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ ഒരു സ്നാക്കാണ്. അപ്പം എത്ര സ്നാക്സിൻ്റെ റെസിപ്പി നമ്മൾ ഇട്ട് കഴിയുമ്പോൾ പിന്നെ എല്ലാവരും ചോദിക്കും സ്നാക്സിൻ്റെ റെസിപ്പി കൂടുതലിടുമോ എന്ന് ചോദിക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള സ്നാക്സ് എപ്പോഴും ഇഷ്ടമായിരിക്കുമല്ലോ എല്ലാവർക്കും, അല്ല ഈ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്നാക്ക് എന്ന് പറഞ്ഞാൽ വടയാണ്. സാധാരണ നമ്മൾ ഉഴുന്നുവടയും പരിപ്പുവടയും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് റവ വെച്ചിട്ടാണ്. നമ്മൾ ഉപ്പുമാവിനൊക്കെ എപ്പോഴും വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ ഈ റവ. അപ്പോൾ റവ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു വടയാണ്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടു കഴിയുമ്പോൾ ഏതാണ്ട് നമ്മളെ ഉഴുന്നുവട പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ പുറത്ത് കുറച്ച് ഹാർഡ് നല്ല കരുകരിപ്പായിട്ട് അങ്ങനെയുള്ളൊരു ഇതാണ്. ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ചട്നിയൊക്കെ ഉണ്ടെങ്കിൽ അത് കൂട്ടി കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടും എല്ലാവർക്കും. അപ്പോൾ ഈ ഒരു റവ വട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുവരാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് റവയാണ്. റവ വറുത്തിട്ടൊന്നുമില്ല, വറുക്കാത്ത റവയാണ്. പിന്നെ വേണ്ടത് സവാളയാണ്, ചെറുതായിട്ട് അരിഞ്ഞത്, വളരെ ചെറുതായിട്ട് അരിഞ്ഞാണ്. ഇതിപ്പം അരിഞ്ഞെടുത്തപ്പോൾ ഒരു 1/2 കപ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ, 2 പച്ചമുളക്, പിന്നെ തൈര് വേണം. തൈര് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പാണ്. പിന്നെ കുറച്ച് കറിവേപ്പില വേണം, അതിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയിലയും കൂടി ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്. അപ്പം നമ്മൾ ഇതിൻ്റെ വടയ്ക്ക് വേണ്ട കൂട്ട് തയ്യാറാക്കാണ്. ഞാനൊരു പാത്രം എടുത്തു, അതിലോട്ട് നമുക്ക് ആദ്യം റവ ഇട്ട് കൊടുക്കാം. ഇനി ഈ റവയിലോട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തൈരുണ്ടല്ലോ, അപ്പോൾ തൈരൊന്ന് ചേർത്ത് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം തൈര് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ സവോള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം കുറച്ചായി ആഡ് ചെയ്തിട്ട് ആണ് ഈ ഒരു വട ബാറ്റർ തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ ഇവിടെ കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ അവസാനം ഒഴിച്ചു കൊടുത്തിട്ട് എത്ര വരുന്നുണ്ട് എന്നുള്ളത് പറയാം. കുറച്ചായിട്ട് ഒഴിച്ച ആ ഒരു വട നമ്മൾ സാധാരണ ഉഴുന്നുവടയൊക്കെ എടുക്കൂലേ, അതേ ഒരു ഭാഗത്തിന് തന്നെയാണ് ആയി വരുന്നത്. അപ്പം നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇതാണ് പാകം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഉഴുന്നുവടയൊക്കെ ഒരു അതേ പാകം തന്നെയാണ്. പിന്നെ സ്പൂണിലാക്കി ഇങ്ങനെ വീഴണം. ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനിയിപ്പം നമ്മളിതൊരു 10-12 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. ഒരു 1/4 മണിക്കൂർ വെച്ചാൽ വളരെ നല്ലതാണ്. അതിന് ശേഷമാണ് ഷേപ്പ് ചെയ്തെടുത്തിട്ട് എണ്ണയിൽ വറുത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യാം. അപ്പം ഞാനിതിപ്പോൾ ഒരു 1/4 മണിക്കൂറായി ഈ കൂട്ടി ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട്. പിന്നെ നമ്മളിത് ഷേപ്പാക്കി എടുക്കാൻ പോവാണ്. അപ്പം ഞാൻ കുറച്ച് കയ്യിൽ വെള്ളം ആക്കിയിട്ടുണ്ട്. വെള്ളമോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ആക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പം നമുക്ക് എത്ര വലുപ്പത്തിലാണ് വേണ്ടതെന്നുള്ള ആ ഒരു വലുപ്പത്തിൽ മാവ് എടുക്കുക. അപ്പോൾ ഇതിനി നമുക്ക് ഓയിലിലോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ചീനച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം അധികം കൂട്ടി വെക്കാൻ പാടില്ല, അപ്പോൾ ഉള്ളിൽ വെന്ത് കിട്ടൂല. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് കളർ മാറുന്നവരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഏതാണ്ട് 2 സൈഡും ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. അങ്ങനെ നമ്മുടെ റവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, പുറത്തൊക്കെ നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ ചട്നി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, ഒരു ചായയുടെ കൂടെ റവട മാത്രം മതി. അപ്പോൾ നിങ്ങൾ എന്തായാലും റവട ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ.